പ്രഗ്നൻസിയിൽ മെലാസ്മ അഥവാ കരിമംഗല്യം വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? നമുക്കറിയാം, മെലാസ്മ വരുന്നതിന് ഒരു പ്രധാന കാരണം ഹോർമോണൽ ചേഞ്ചസ് ആണ്. പ്രഗ്നൻസിയിൽ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. വെയിലടിക്കുന്നത്, പ്രധാനമായിട്ടും UV എക്സ്പോഷർ, ഇതാണ് മെലാസ്മ കൂട്ടാനുള്ള വേറൊരു കാരണം. വീടിനകത്തും പുറത്തും സൺസ്ക്രീൻ റെഗുലറായിട്ട് പുരട്ടുന്നത് പ്രഗ്നൻസിയിൽ മെലാസ്മ വരാണ്ടിരിക്കാൻ വലിയൊരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. ഏത് സൺസ്ക്രീനാണ് പ്രഗ്നൻസിയിൽ പുരട്ടുക? ഫിസിക്കൽ സൺസ്ക്രീൻ അഥവാ മിനറൽ സൺസ്ക്രീൻ ആണ് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ളത്. സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ്, ഇത് മാത്രം ഫിൽറ്റേഴ്സ് ആയിട്ട് വരുന്ന സൺസ്ക്രീൻസ് ആണ് ഫിസിക്കൽ സൺസ്ക്രീൻസ്. ഫിസിക്കൽ സൺസ്ക്രീൻ, കെമിക്കൽ ഫിൽറ്റർ സൺസ്ക്രീൻ, കോമ്പിനേഷൻ സൺസ്ക്രീൻ, ഇങ്ങനെ പലതരം സൺസ്ക്രീൻസ് ഉണ്ടല്ലോ. ഇതിൽ ഓക്സിബെൻസോൺ, ആവോബെൻസോൺ, ഒക്ടിനോക്സൈഡ്, ഇങ്ങനത്തെ കെമിക്കൽ ഫിൽറ്റേഴ്സ് പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യണം. ജോലി ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ഒരു ജനലിനടുത്തോ ഗ്ലാസ് വിൻഡോൻ്റെ അടുത്തോ ഇരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ശക്തമായ ചൂടും വെയിലും ഉള്ള സമയത്ത് പുറത്ത് പോകാതിരിക്കുക. തണലത്ത് നടക്കുന്നതും ഫിസിക്കൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ചില ഫെയർനെസ് ക്രീം, സ്കിൻ ലൈറ്റനിങ് ക്രീംസ് പ്രഗ്നൻസിയിൽ സേഫ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ സ്കിൻ ഡോക്ടറുടെ അഡ്വൈസ് എടുത്തിട്ട് വേണം ഇങ്ങനത്തെ ക്രീംസ് പ്രഗ്നൻസിയിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യാൻ.